പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ യഹൂദായും അവന്റെ സഹോദരന്മാരും യോസഫിന്റെ വീട്ടിൽ ചെന്നു. അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു. അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. പ്രിയരെ, വർഷങ്ങൾക്ക് പിന്നിൽ യോസഫ് കണ്ട സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് നാം അവിടെ കാണുന്നത്. ഇതാ, ദൈവം എത്ര നീതിയോടുകൂടിയാണ് യോസഫിനോട് കൂടെ നിൽക്കുന്നത്. യോസഫ് അനുഭവിച്ച പ്രശ്നങ്ങളും പരിശോധനകളും ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അത്രത്തോളം ഭയങ്കരമായ തീ ശോധനകളുടെ നടുവിൽ കൂടി യോസഫ് കടന്നുപോയി. പക്ഷേ അതിന്റെ നടുവിലും ദൈവത്തോടുള്ള ബന്ധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവാത്മാവുള്ള മനുഷ്യനായി തന്നെ അതേ മിസ്രയീം എന്ന ആമേ രാജ്യത്ത് പാർത്തിട്ടും ഇതാ ദൈവത്തോട് കൂടെ നടന്നവന് വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നവന് വേണ്ടി സർവശക്തനായ ദൈവം തക്ക സമയത്ത് താൻ കണ്ട സ്വപ്നത്തിന്റെ, താൻ കണ്ട ദർശനത്തിന്റെ, താൻ ആമേ കേട്ട വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം തന്റെ കരങ്ങളിൽ പ്രാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്ന ആലോചനകൾ, നമ്മോട് പറഞ്ഞിരിക്കുന്ന ദർശനങ്ങൾ, നമ്മോട് പറഞ്ഞിരിക്കുന്നതായ അരുളപ്പാടുകൾ ജീവിതത്തിന്റെ നടുവിൽ, ജീവിതത്തിന്റെ അനുഭവത്തിൽ കർത്താവ് അത് നൽകി തരുമെന്ന് ഈ വചനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. അതേ, ദൈവത്തിന്റെ സമയമാണ് തക്ക സമയം. ആ സമയത്തിനായി കാത്തിരിക്കുക. ദൈവം ചില വൻകാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി കർത്താവ് ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.